നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 80 ക്വസ്റ്റ്യനോളം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉമാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം, HMD ലിമിറ്റഡ് എറണാകുളം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുമാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തും HMD ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തുമാണ്. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനായ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. HOCL കൊച്ചി യൂണിറ്റ് ആണ് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത്? 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ്. അങ്ങനെയെങ്കിൽ നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലായിരിക്കും? മുതിരപ്പുഴ അല്ലെങ്കിൽ പെരിയാർ നദിയിലാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉമാണ്. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ ആണ്. തുഞ്ചൻ സ്മാരകം തിരൂർ. കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലമാണ്. കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം. അങ്ങനെയെങ്കിൽ വള്ളത്തോൾ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് വള്ളത്തോൾ മ്യൂസിയം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. വിശ്വദർശനം എഴുതിയത് G ശങ്കരക്കുറുപ്പാണ്. മുത്തശ്ശി എന്ന കൃതി എഴുതിയത് N ബാലാമണി അമ്മയാണ്. വിശ്വദർശനം G ശങ്കരക്കുറുപ്പ്, മുത്തശ്ശി N ബാലാമണി അമ്മ. ഈ 2 കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയതാണ്. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. പുളിച്ചിമലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത്. പമ്പയുടെ ഉത്ഭവം പുളിച്ചിമല. ചാലക്കുടി പുഴയുടെ ഉത്ഭവം ആനമല. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നുമാണ്. അങ്ങനെയെങ്കിൽ അച്ചൻകോവിലാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയായിരിക്കും? പശുക്കിടാമേട്, രാമക്കൽ തേരി, ഋഷിമല എന്നിവിടങ്ങളിൽ നിന്നുമാണ് അച്ചൻകോവിലാർ ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടകം. തന്നിരിക്കുന്നതിൽ 2ഉം 3ഉമാണ്. ഗോവയും കർണാടകവുമാണ് പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. ഒന്നും കൂടി നോക്കാം. സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 1ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 1ഉം 3ഉമാണ്. PK ചാത്തൻ മാസ്റ്റർ. തദ്ദേശ സ്വയംഭരണം. തദ്ദേശ സ്വയംഭരണം ആർക്കായിരുന്നു? PK ചാത്തൻ മാസ്റ്റർ.
ഡോക്ടർ AR മേനോൻ. ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ AR മേനോൻ ആയിരുന്നു. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചിയാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരത്താണ്. അങ്ങനെയെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലത്താണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലം. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. വൈകുണ്ഠ സ്വാമികൾ എഴുതിയ കൃതിയാണ് അഖിലത്തിരുട്ട്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് എഴുതിയ കൃതിയാണ് ആത്മാനുതാപം. ചാവറ കുര്യാക്കോസ് ഏലിയാസ് എഴുതിയ കൃതിയാണ് ആത്മാനുതാപം. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഋതുമതി എന്ന നാടകം എഴുതിയിട്ടുള്ളത് പ്രേംജി ആണ്. ഋതുമതി പ്രേംജി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ്. അങ്ങനെയെങ്കിൽ പാട്ടബാക്കി എന്ന നാടകം എഴുതിയത് K ദാമോദരൻ ആണ്. K ദാമോദരനാണ് പാട്ടബാക്കി എന്ന നാടകം എഴുതിയത്. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. തൈക്കാട് അയ്യ സുബ്ബരായർ. തൈക്കാട് അയ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് സുബ്ബരായർ ആണ്. ചിന്മയാനന്ദ സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ബാലകൃഷ്ണ മേനോനാണ്. ചിന്മയാനന്ദ സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ബാലകൃഷ്ണ മേനോൻ. അങ്ങനെയെങ്കിൽ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? കാരാട്ട് ഗോവിന്ദ മേനോൻ. കാരാട്ട് ഗോവിന്ദ മേനോനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ഡോക്ടർ പൽപു, TK മാധവൻ, KP കേശവ മേനോൻ. തന്നിരിക്കുന്നതിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. TK മാധവനും KP കേശവ മേനോനും. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരാണ് TK മാധവനും KP കേശവ മേനോനും. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകളാണ് ശരി. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അയ്യങ്കാളി എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിലാണ് ജനിച്ചത്. 1863 ജനനം. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന അദ്ദേഹം രൂപീകരിച്ചു. മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. 3ാമത്തെ പ്രസ്താവനയിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും എന്നുള്ളത് തെറ്റാണ്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഓർക്കുക, VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും 1.25 കോടി മലയാളികൾ EMS എഴുതിയ കൃതിയാണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗസ്ഥങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ൽ അധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്.
1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. 1ഉം 2ഉം. കുഞ്ഞമ്പു നായരും ചിരുകണ്ഠനും. കുഞ്ഞമ്പു നായരും ചിരുകണ്ഠനുമാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമൽ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജകീയ രോഗം ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ആർദ്രം. ആർദ്രം പദ്ധതി എന്താണ്? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. ജീവകം എ. ജീവകം എ ആണ് കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി, തൃശൂർ. തൃശൂരിലെ മണ്ണുത്തി എന്ന സ്ഥലത്താണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എന്തൊക്കെയാണ്? പവിത്ര, ജ്വാലാമുഖി, ജ്യോതിക, അന്നപൂർണ. തന്നിരിക്കുന്നതിൽ 1ഉം 4ഉമാണ് നെല്ലിനങ്ങൾ. കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? പവിത്രയും അന്നപൂർണയും. പവിത്രയും അന്നപൂർണയുമാണ് നെല്ലിനങ്ങൾ. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം 4ഉമാണ് ആൻസർ. ഡയറിയ, ടൈഫോയിഡ്, കോളറ. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഡയറിയ, ടൈഫോയിഡ്, കോളറ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകും. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി 3ഉം 4ഉമാണ്. ഇരവികുളം വന്യജീവി സങ്കേതം ആണെന്നുള്ളതും തെറ്റാണ്. നെയ്യാറ് ദേശീയോദ്യാനം ആണെന്നുള്ളതും തെറ്റാണ്. ഇരവികുളം ശരിക്കും ദേശീയോദ്യാനമാണ്. നെയ്യാറ് വന്യജീവി സങ്കേതവുമാണ്. ഓർക്കുക, ഇരവികുളം ദേശീയോദ്യാനവും നെയ്യാറ് വന്യജീവി സങ്കേതവുമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്, കറക്റ്റാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്, കറക്റ്റാണ്. ഒന്നും കൂടി പറയാം. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്, ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്, ഇരവികുളം ദേശീയോദ്യാനമാണ്, നെയ്യാറ് വന്യജീവി സങ്കേതമാണ്. തന്നിരിക്കുന്നതിലെ തെറ്റായ ജോഡി ഏത്? ബി ആണ് തെറ്റായ ജോഡി. വിറ്റാമിൻ സി സംയുക്തത്തിലെ ആറ്റങ്ങൾ കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ എന്നുള്ളത് തെറ്റാണ്. ശരിയായിട്ടുള്ള ജോഡികൾ നോക്കാം. അലക്കുകാരം എന്ന സംയുക്തത്തിലെ ആറ്റങ്ങൾ സോഡിയം, കാർബൺ, ഓക്സിജൻ. അലക്കുകാരം, സോഡിയം, കാർബൺ, ഓക്സിജൻ. പഞ്ചസാര എന്ന സംയുക്തത്തിലെ ആറ്റങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡിലെ ആറ്റങ്ങൾ കാർബൺ, ഓക്സിജൻ. കാർബണും ഓക്സിജനുമാണ് കാർബൺ ഡൈ ഓക്സൈഡിലെ ആറ്റങ്ങൾ. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏത്? മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏത്? GeSiAs. ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവയാണ് ഇവ. GeSiAs. ഇതിന്റെ പൂർണ്ണ രൂപം അറിയുന്നവർ കമന്റിൽ ഇടുക. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം? ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂറിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂറിക് അമ്ലം നമ്മൾ ഉപയോഗിക്കുന്നു? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? രാസവളത്തിന്റെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം, മഷിയുടെ നിർമ്മാണം, ഭക്ഷണത്തിന്റെ ദഹനം. തന്നിരിക്കുന്നതിൽ 1ഉം 3ഉമാണ് കറക്റ്റ്. രാസവളത്തിന്റെ നിർമ്മാണത്തിനും പാഴ്ജല ശുദ്ധീകരണത്തിനുമാണ് സൾഫ്യൂറിക് അമ്ലം ഉപയോഗിക്കാറ്. രാസവളത്തിന്റെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? 15 സെന്റിമീറ്റർ. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 15 സെന്റിമീറ്റർ ആയിരിക്കും. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? ദൂരം. ദൂരത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകും. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. അതായത് 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനും അത് കേൾക്കാനും വവ്വാലുകൾക്ക് സാധിക്കും. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? 2ഉം 3ഉമാണ് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒന്നും കൂടി പറയാം. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങളാണ് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തിയും ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തിയും. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? 6 മീറ്റർ/സെക്കൻഡ്/2. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം 6 മീറ്റർ/സെക്കൻഡ്/2 ആയിരിക്കും. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം? പയ്യന്നൂർ. പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. C ആണ് 1ഉം 3ഉം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 നടന്ന സംഭവം? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. മലബാർ കലാപവുമായിട്ട് ബന്ധമില്ലാത്തതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. മലബാർ കലാപത്തിന് വാഗൺ ട്രാജഡിയുമായിട്ട് ബന്ധമുണ്ട്. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കൾ ആയിരുന്നു. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്.
താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനാക്രമത്തിലുള്ളത് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഡി ആണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. ഒന്നും കൂടി നോക്കാം. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം എത്ര? 580 കിലോമീറ്റർ. 580 കിലോമീറ്റർ ആണ് കേരളത്തിലെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ സി ആണ്. പാമ്പാറ്, ഭവാനി. കബനി, പാമ്പാർ, ഭവാനി ഈ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? 1861 മാർച്ച് 12. 1861 മാർച്ച് 12 ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം? പേരമ്പാടി ചുരം. പേരമ്പാടി ചുരമാണ് കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം? കുരുമുളക്. കുരുമുളകാണ് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം? സംക്ഷേപവേദാർത്ഥം. സംക്ഷേപവേദാർത്ഥമാണ് പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം. പി.ആർ. ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. പി.ആർ. ശ്രീജേഷ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? 24. 24 അസ്ഥികളാണ് വാരിയെല്ലിൽ ആകെയുള്ളത്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചതാര്? റെനെ ലെനക്ക്. റെനെ ലെനക്കാണ് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത്. പൂർണ്ണശയ്യാവലംബരായവരെ അതായത് കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത്? ആശ്വാസകിരൺ. ആശ്വാസകിരൺ എന്ന ആരോഗ്യക്ഷേമ പദ്ധതി എന്തിനു വേണ്ടിയുള്ളതാണ്? പൂർണ്ണശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? സ്കർവി. സ്കർവി എന്ന രോഗം ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗമേത്? കോളറയാണ് ഈച്ച മുഖേന പകരുന്ന രോഗം. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം? നൈട്രജൻ. നൈട്രജൻ ആഗോളതാപനത്തിന് കാരണമല്ലാത്ത വാതകമാണ്. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? വെണ്ട. വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരൺ, അർക്ക, സർക്കീർത്തി എന്നിവ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ
സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്? അനിൽ അഗർവാൾ. അനിൽ അഗർവാൾ ആണ് പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന സ്ഥാപനം ആരംഭിച്ചത്. സൈലന്റ് വാലി ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത്? തന്നിരിക്കുന്നതിൽ ബോക്സൈറ്റ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? തന്നിരിക്കുന്നതിൽ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ബിത്തിയോനൽ ആന്റിസെപ്റ്റിക് ആണ്. ഫിനോൾ ഡിസിൻഫെക്റ്റഡ് ആണ്. ബിത്തിയോനൽ ആന്റിസെപ്റ്റിക് ആണ്. ഫിനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 2n²2. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n²2. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? തന്നിരിക്കുന്നതിൽ 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവ് ആണ് എന്നുള്ളത് തെറ്റാണ്. മോസ്ലി ആണ്. മെൻഡലീവ് അല്ല, മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതും തെറ്റാണ്. അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന പറയാം. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്ര? -3 ആണ്. -3 ആണ് ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. സൂര്യനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ് ദോലന ചലനം അല്ലാത്തത്. പ്രകാശം കടന്നുപോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? ഇതാണ് പ്രകാശം കടന്നുപോകുന്ന പാത. ഇതിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ആദ്യം നേരെയാണ് പോകുന്നത്. രണ്ടാമത്തെ വസ്തുവിൽ തട്ടി പോകുമ്പോൾ ഉള്ളിലോട്ട് വലിയുന്നുണ്ട്. മൂന്നാമത്തെ വസ്തുവിലോട്ട് പോകുമ്പോൾ 2 സൈഡിലോട്ടുമാണ് പോകുന്നത്. ഈ 3 വസ്തുക്കൾ ഏതൊക്കെയായിരിക്കും? തന്നിരിക്കുന്നതിൽ ബി ആണ് ആൻസർ. അതായത് ഒന്നാമത്തേത് ഒരു ഗ്ലാസ് ഷീറ്റ് ആണ്. രണ്ടാമത്തേത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അതുകൊണ്ടാണ് പ്രകാശം ഉള്ളിലോട്ട് വന്നിട്ടുള്ളത്. മൂന്നാമത്തേത് ഒരു കോൺകേവ് ലെൻസ് ആണ്. അതുകൊണ്ട് പ്രകാശം 2 സൈഡിലോട്ടുമാണ് പോയിട്ടുള്ളത്.